മഞ്ജുവാരുടെ കൂടി ഫോട്ടോ എടുത്തോ ഞാൻ പറഞ്ഞു അവസരം വരും, ഞാൻ ഇപ്പോഴും നിരാശപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ചേച്ചി ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച ഒരാളാണല്ലോ, അത്ര ഭാഗ്യം കിട്ടിയില്ല. തീർച്ചയായും. ഞണ്ട്, ഇത് ഞണ്ടിന്റെ റോസ്റ്റാ എന്നാ ചേച്ചി? റോസ്റ്റ്. ആ ഇതെന്തൊട്ട് സാധനം? അത് കക്കയാ? കക്കയിറച്ചി. ഇതിന്റെ പണി തീർന്നിട്ടില്ല, അടുപ്പിൽ കിടക്കണേ ഉള്ളൂ. ഇത് തോരനായിട്ട് എടുക്കുക അല്ലേ? തേങ്ങ ചേർത്തിട്ട് ഇടാതെ എടുക്കും. കഴിഞ്ഞു, ഇതിന്റെ പണി കഴിഞ്ഞു. ഒഴിച്ച് അങ്ങോട്ട് ഇട്ടാൽ മതി. അതായത് അച്ചിങ്ങയും കായയും കൂടെ വളർത്തിയതാണ്. ശരിക്കും പറഞ്ഞിട്ട് വേറെ നാട്ടിലേക്കൊന്നുമില്ല, എറണാകുളം ജില്ലയുടെ ഒരു സാധനമാണ് ഈ അച്ചിങ്ങയും കായ വളർത്തിയത്. അതന്നെ ഉണ്ട് ഉണ്ട്. അതന്നെ കായിന്റെ തൊണ്ടും ചെറുപയറും കൂടി. ബീഫ് കിടന്ന് വേവുണ്ട്. ഇപ്പൊ മീൻ ഐറ്റംസ് വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ ഇവിടെ കൊഞ്ച് റെഡി ആയിക്കൊണ്ടിരിക്കണം. കണ്ട നല്ല കുറുകും അല്ലേ? ഇത് ഇങ്ങനെ ഡ്രൈ പയ്യെ ഇതായി തെളിഞ്ഞു വരും, എണ്ണ വരും. അതായത് തീരെ ചാറ് കാണില്ല, ചെറിയൊരു ഗ്രേവിയോട് കൂടി എണ്ണ ഉണ്ടാവും. അങ്ങനെയാണ്. ഇതിലിഞ്ഞിപ്പോ കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് കുറച്ചിട്ടിട്ടാണ് വേവിക്കണത്. എന്നാലും ഇനി കുറച്ച് കഴിയുമ്പോ ഇതും കൂടി ചേർക്കും. ഒന്നുകൂടി പൊട്ടി വരും. ഇത് കുറച്ച് ഇതായി ഡ്രൈ ആയിട്ട് വരും. ഇത് എല്ലാ ദിവസവും ഉണ്ടാവും. ഈ ചെമ്മീനും ഞണ്ടും കൂന്തലും എല്ലാ ദിവസവും ഉണ്ട്. ഇന്നിപ്പോ കൂന്തൽ വന്നില്ല എന്നുള്ളൂ, കണവ കിട്ടിയില്ല എന്നുള്ളൂ. ഇതെല്ലാ സാധനം എന്താ അറിയോ? ഇതങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ല, ഭയങ്കര റയറാണ്. ഒരുപാട് നാളായി കഴിക്കാൻ പോവാ. കണ്ട മനസ്സിലായ എന്നാണ്? ഇതാണ് മാമ്പഴ പുളിശ്ശേരി. ഇപ്പം മാങ്ങയുടെ ഒരു സീസൺ ആയതുകൊണ്ട് നല്ല നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2016 തുടങ്ങിയുള്ള കസ്റ്റമർ ഉണ്ട് നമുക്ക്. അപ്പൊ അവരൊക്കെ നമുക്ക് നമ്മുടെ മക്കളെ വീട്ടിൽ വന്ന് കഴിക്കണം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എറണാകുളത്ത് വെണ്ണല ഏരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഒരു വർഷം മുമ്പ് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കാരലയുടെ ഹക്കീമിക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു ഇവിടുത്തെ. അപ്പോൾ അന്ന് കണ്ട കാലം തുടങ്ങി ഈ ഹോംലി മീൽസ് ഇവിടെ വന്നൊന്ന് ഫുഡ് കഴിക്കണം, ചേച്ചീനെ ഒന്ന് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വരാൻ പറ്റിയില്ല, ഒരുപാട് വൈകി. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഹക്കീമിക്കയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇവിടെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ വഴി കണ്ടുപിടിക്കാൻ എളുപ്പമായി. ഇവിടെ ലൊക്കേഷൻ തപ്പി വന്നപ്പോൾ തന്നെ ഈ ഫോട്ടോയാണ് ആദ്യം നമ്മളെ സ്വീകരിക്കണത് കേട്ടോ. ഇക്ക വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ സാധാരണ ഹോട്ടലിൽ കിട്ടുന്ന ഭക്ഷണമാതിരിയല്ല, വീട്ടിൽ ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുകയാണ്. മാത്രമല്ല ഈ അച്ചിങ്ങയും കായയും, അതൊക്കെ എറണാകുളം ജില്ലയുടെ ഒരു സാധനമാണ് കേട്ടോ. അച്ചിങ്ങയും കായ വളർത്തിയത്, പിന്നെ നമ്മളെ കടച്ചക്ക കറി, ഇങ്ങനത്തെ വളരെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടും. മാമ്പഴ പുളിശ്ശേരി, ഇതൊന്നും എല്ലാ കടകളിലും കിട്ടുന്നതല്ലല്ലോ. അതുപോലെ പരിപ്പ് കറി, ഇന്നലെ ഞാൻ വരുമ്പോൾ പരിപ്പും തക്കാളിയും കൂടെ വെച്ച കറി, ഒക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം. ഇന്നലെ വന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോയിട്ടാണ് ഇന്ന് വന്ന് രണ്ടാമത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വേറിട്ട കാഴ്ചകൾ. പിന്നെ ഒരു കാര്യം, മീൻ വറുത്തതൊക്കെ ഇങ്ങനെ പ്ലേറ്റിൽ നിരത്തി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സെൽഫ് സർവീസാണ്, നമുക്ക് പോയി അവിടെ നിന്ന് ഊണെടുക്കാം, കൂടെ നമുക്ക് ഈ മീനും എടുക്കാം. ഏത് മീനാണ് കഴിച്ചതും നമ്മൾ വില തിരിച്ച് ചെല്ലണ സമയത്ത് നമ്മൾ പറയുമ്പോഴാണ് അവർ വില പറയുക. അപ്പോൾ അത് ചേച്ചിയുടെ വിശ്വാസമാണ്, ആരും പറ്റിക്കില്ല, കഴിച്ചവർ ഇവിടെ വന്ന് പറയും എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം വർഷങ്ങളായിട്ട് ചേച്ചിയുടെ ഒരു സ്ഥിരം കസ്റ്റമേഴ്സുമാണ് ഇവിടെ വരുന്നവരൊക്കെ. അപ്പോൾ ഇനി ചേച്ചീനെയും ഇവിടുത്തെ അടിപൊളി ഐറ്റംസൊക്കെ കാണാം. അപ്പൊ അതിലും കേട്ടൊരു സംഭവമാണ് മമ്മൂക്കും മഞ്ജു വാര്യർക്കും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അതെന്താന്നറിയോ? റൂബൻ അന്ന് വന്നില്ലേ, എന്നോട് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഒരു ദിവസം വറുത്തരച്ച ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടാന്ന് പറഞ്ഞു. പിറ്റേ അന്നും പറഞ്ഞില്ല, ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, പറഞ്ഞില്ല ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് റൂബൻ ഇക്ക വന്നപ്പോഴാണ് റൂബൻ എന്നോട് പറയണത് അങ്ങനെയാണെന്ന് പറയുന്നത്. മഞ്ജു വാര്യർക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഡ്രൈവർ ഉണ്ട്, മഞ്ജു വാര്യരുടെ ഡ്രൈവർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അവിടെ ഇവിടെ വാഴക്കാലയിലും വേറെ സ്ഥലത്തൊക്കെ ഷൂട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഫുഡ് മേടിച്ചോണ്ട് പോകും. അപ്പം മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഇന്ന ആൾക്കാണ് കൊണ്ടുപോണേന്ന് 2 പ്രാവശ്യം പറഞ്ഞു. ഈ മീനൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ചാലേ ആളുകൾ കൃത്യം കണക്കൊക്കെ പറയൂ എങ്ങനെയാ? നമ്മൾ ഇന്നലെ വന്ന് കഴിക്കാൻ വരുമ്പോ അവിടെ എങ്ങനെ എടുത്ത് വെച്ചിരിക്കുക, അതെല്ലാം എടുത്ത് വെക്കും. പിന്നെ അങ്ങനെ പറ്റിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. ആളുകൾ വന്നിട്ട് പറയാ ഞാൻ ഇന്ന മീനാണ് എടുക്കണം പറയാ അല്ലേ? എപ്പോഴാണ് ചേച്ചി ഊണ് റെഡിയാവാ? 12:30 ആകുമ്പോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ തീരണോടം വരെ ചിലപ്പോ 2:30, 3 മാക്സിമം 3 മണി വരെ. ഇപ്പൊ വേഗം തീരണേണ് ചോറ്. ഇപ്പൊ ഈ മീനൊക്കെ എത്ര ഐറ്റം ഒക്കെ കാണും? മീൻ കുറച്ച് ഐറ്റംസ് ഉണ്ടാകും. പിന്നെ ഇപ്പൊ ഇത്തിരി ഷോർട്ടേജ് ആണ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. എന്നാലും ഞണ്ട്, ചെമ്മീൻ, ബീഫ്, കക്കിറച്ചി, കൂന്തല്. ഇന്നിപ്പോ കൂന്തലില്ല, അതൊക്കെ സ്പെഷ്യലാണ്.
മീൻ ചാള, അയില, കൊഴുവ അതൊക്കെ സ്ഥിരം ഉണ്ടാവും നമുക്ക്. നമുക്ക് മീൻ ഇല്ലാണ്ട് മാത്രം ഊണിന്റെ റേറ്റ് 60 രൂപ. പാഴ്സലാണെങ്കിൽ 65. പാഴ്സല് നോർമൽ ആണെങ്കിൽ 65. സ്പെഷ്യലി പല റേറ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ മീനിന്റെ വില അനുസരിച്ചിട്ട്. ബീഫ് ഹാഫ് 50, ചെമ്മീൻ ഒരു പ്ലേറ്റ് 50. നോർമൽ ചെറിയ പ്ലേറ്റ് ആണ് കേട്ടോ, വലുതൊന്നും അല്ല. സാധാരണ ഒരാൾക്ക് കഴിക്കാത്രയൊക്കെ മതി, അത് മതിയാവും. പിന്നെ എന്തെന്നാ അങ്ങനെ സ്ഥിരമായിട്ട് ആ റേറ്റിൽ അത് പോണം. കറികൾ ഓരോ ദിവസം മാറും, എല്ലാ ദിവസവും മാറും. ചില ഒരു ഇത് പറഞ്ഞു അച്ചിങ്ങ മാത്രം ചില സമയങ്ങളിൽ നമ്മൾ എടുക്കുള്ളൂ, അല്ലാതെ ഒരു പച്ചക്കറികൾ റിപ്പീറ്റ് ചെയ്യാറില്ല. മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അതിന്. അങ്ങനെ ഇതൊരു വലിയൊരു ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. തീർച്ചയായിട്ടും കാര്യത്തിലേക്ക് വരാന്ന് ചേച്ചി എന്താ തീരുമാനിച്ചത്? ജീവിത സാഹചര്യമാണ് കേട്ടോ. ഒരു 3 പേർക്ക് ഭക്ഷണം റെഡിയാക്കി തരുമോന്ന് ചോദിച്ച് നമ്മുടെ അടുത്തുള്ള ഒരാൾ നമ്മൾക്ക് വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു എന്നിങ്ങനെ അവരോട് പറഞ്ഞപ്പം അവരുടെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ആൾ ചോദിച്ചു എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ നമ്മളുടെ പേര് പറഞ്ഞ് നമ്മളോട് ഒന്ന് ചോദിച്ച് വീട്ടിനകത്ത് തന്നെ ഉണ്ടാക്കി, വീട്ടിൽ തന്നെ. അങ്ങനെ 125 രൂപയ്ക്ക് തുടങ്ങിയതാ. അതായത് 125 രൂപ മുതൽ മുടക്കായുള്ളൂ എനിക്ക് സ്റ്റാർട്ടിങ്. മനസ്സിലായ ചേച്ചിയുടെ വീഡിയോ കണ്ട സമയത്ത് അന്ന് മുതൽ മനസ്സിലുള്ളതാണ് ചേച്ചിനെ കാണാൻ ഒരിക്കൽ വരണം എന്നുള്ളത്. ഒരു വർഷം പിടിച്ചു വരാം. ഒരു കൊല്ലം മെയിലായിരുന്നു അല്ലേ? ഏപ്രിൽ മെയിലായിരുന്നു. മാമ്പഴക്കാലത്ത് തന്നെയാണ് ഇരിക്കാൻ വന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഫുൾ ടൈം ഉണ്ട്. എല്ലാവരുടെ സഹകരണത്തോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവരെല്ലാവരും നമ്മളുടെ ഒപ്പം. ചേച്ചി ജീവിക്കണു, ഒപ്പം ഇത്രയും സ്ത്രീകൾക്ക് ഞായറാഴ്ച ഇല്ല, ഞായറാഴ്ച അവധിയാണ്. പിന്നെ 12:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഊണ് മാത്രമേ ഉള്ളൂ. അത് 2:30, 3 മാക്സിമം 3 മണി വരെ, അല്ലെങ്കിൽ 2:30 മാക്സിമം തീരും. ഞാൻ ചോറെടുത്തു. നമ്മളിവിടെ വരണം, ചേട്ടൻ എടുത്ത് തരും. പിന്നെ മീൻ എന്തുട്ടാ വേണ്ടതെന്നാണ് ഞാൻ നോക്കുന്നത്. എന്തൊരു മീൻ നമുക്ക് എടുക്കണ്ടേ? എനിക്കൊരു ഇത് വേണം, കൊഴുവ. പിന്നെ ഒരെണ്ണം കൂടി കാണിക്കാം അല്ലേ? പറ്റയല്ലേ? ഇത് വേണ്ട, ഇതൊരു മീൻ കൊടുത്തേ. ഇത് വറ്റാന്നാണ് ഇതിന് പറയാം. ഇനി നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാം. ഊണ് കിട്ടി. അപ്പം ഈ ഊണ് കണ്ട, ഇത്രയും ഊണും ഇതിൻ്റെ കൂടെ ഇനി സാമ്പാർ, മീൻകറി, പച്ചമോര്, രസം, ഇത്രയും സാധനങ്ങൾ കൂടെ ചേർത്തിട്ടാട്ടോ 60 രൂപയ്ക്ക്. എറണാകുളത്താണെന്ന് ഓർമ്മ വേണം. ഞാൻ ടൗണിൽ നിന്ന് ഒക്കെ ചോറ് മേടിക്കുമ്പോൾ നമുക്ക് അത്ര പൈസയും. പിന്നെ ഇത് നമുക്ക് മീനിൻ്റെ അനുസരിച്ചിട്ട്. അപ്പോൾ വറ്റെടുത്തിട്ടുണ്ട്, കൊഴുവെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴിച്ചിട്ട് അവിടെ ചെന്ന് പറയുമ്പോഴാണ് വില അറിയുക. അപ്പോൾ അത് ഈ ചോറ് കണ്ടോ? എനിക്ക് ഇന്നലെ വന്ന് ഊണ് കഴിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇന്നലെ വരുമ്പോൾ നമ്മളാരാന്നൊന്നും ഇവർക്ക് അങ്ങനെ അറിയില്ല. ഇവർ ഭയങ്കര തിരക്കിൻ്റെ ഇടയിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ വന്ന് ആദ്യം ഒന്നും പറയുന്നില്ല, ഫസ്റ്റ് ഊണ് കഴിച്ചിട്ട് ബാക്കി എന്താണെന്ന് പിന്നെ സംസാരിക്കാൻ തിരക്കൊഴിഞ്ഞിട്ടെന്ന് വിചാരിച്ചിട്ട് ഊണ് കഴിച്ചു. ഊണ് കഴിക്കാൻ ചെല്ലുമ്പോൾ ചേട്ടൻ എനിക്കിങ്ങനെ ഒരു പാത്രത്തിൽ ഇത്ര ചോറ് തന്നെയാട്ടോ എടുത്ത് തന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എപ്പോഴും ഇങ്ങനെ ചോറ് കുറച്ച് മതി, കൂടുതൽ വേണ്ടെന്നൊക്കെ പറയേണ്ടി വരും. പക്ഷേ കറക്റ്റ് അളവിന് ഇട്ട് തന്നപ്പോൾ ഞാനിവിടെ നമ്മുടെ ക്യാമറാമാൻ്റെ അടുത്തൊരു ചേട്ടൻ ആൾ കൊള്ളാമല്ലോ, കൃത്യ അളവിനാണ് ചോറ് തന്നത്. ഒന്നും കളയാനായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മാതിരി ടേസ്റ്റുള്ള കറികളായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ചേട്ടനോടത് പറയുമായിരുന്നു. പിന്നെതാ ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഹൈലൈറ്റ് സാധനം, പുതിയായിട്ട് വയ്യ കഴിക്കാൻ. കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കല്ലേ? ഇതാ കണ്ടോ, നല്ല നാട്ടുമാങ്ങയിട്ട് വെച്ചിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി. ഇതങ്ങനെ എവിടെയും ഒരുപാട് സ്ഥലത്ത് കിട്ടണ സംഗതിയല്ല, പലപ്പോഴും കിട്ടണതല്ല, സീസണലായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടല്ലേ. ഇതൊഴിച്ചിട്ടാണ് ഞാൻ ഇന്ന് കഴിക്കാൻ. എനിക്ക് അതുകൊണ്ട് മീൻകറി ഒന്നും വേണ്ട. നല്ല കുറുകിയിട്ടുള്ള കാളൻ മാതിരി ഇരിക്കണ ഇതാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി. തീരെ ഇതാക്കിയിട്ടുമല്ല, ഒട്ടും കളയാൻ പാടില്ല. അത്ര അടിപൊളി ഒരു കറിയാണ്. കാരണം ആ ചേച്ചി ഉണ്ടല്ലോ, ഇതിൻ്റെ അടപ്പ് തുറന്ന സമയത്ത് നമ്മൾ വന്നപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മണം കേട്ടിട്ട് തന്നെ ഇപ്പോൾ ചോറുണ്ണാൻ തോന്നി. കണ്ട, നമുക്കിത് പിഴിഞ്ഞിലേട്ടോ ഒഴിക്കാം. ആ മാമ്പഴത്തിൻ്റെ ചാറും കൂടെ ചേരുമ്പോഴാണ് കണ്ട മാമ്പഴം തിന്നാൻ എന്തൊരു സ്വാദ്. ഒരു 5-8 ഐറ്റം മീൻ എല്ലാ ദിവസവും കാണും കേട്ടോ. ഇന്നും ഉണ്ട് മീൻ കറി പ്രത്യേകം, കേരയുടെ കറി പ്രത്യേകം ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഇത്രയും ഉള്ളതുകൊണ്ട് പിന്നെ മീൻ കറി എടുത്തിട്ടില്ല. പിന്നെ ഫ്രൈ ആണെങ്കിൽ അതങ്ങനെ ഉണ്ട്, ഞണ്ട് വേണ്ടവർക്ക് അതുണ്ട്, ചെമ്മീൻ വേണ്ടവർക്ക് അതുണ്ട്, എല്ലാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരൊരു 6 മണി മുതൽ ഇവിടെ ഈ ചേച്ചിമാർ ഇങ്ങനെ ലൈവാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും 12:30 മണിയോടുകൂടി ഇത്രയും ഐറ്റംസ് റെഡി ആവണമെങ്കിൽ ഒന്ന് ആലോചിക്കുക എന്ത് കഷ്ടപ്പാടും. മാത്രമല്ല ചൂട് കൂടിയിട്ട് ഷീറ്റായതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. വരുന്ന നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ 12:30 1 മണിയോടുകൂടി എല്ലാവരും വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാ സാധനവും ഇവിടെ എത്തിക്കുക എന്ന് പറയുന്നത് അവരുടെ അത്രയും എഫേർട്ടാണ് അതിനകത്ത് ഇടുന്നത്. ഇനി ഞാൻ മീനൊന്ന് കഴിച്ച് നോക്കട്ടെ.
അവരിങ്ങനെ നമ്മൾ സാധാരണ കാണില്ലേ എണ്ണയിൽ ഇങ്ങനെ കിടന്ന് പൊരിക്കുക, അതല്ല ഇവിടെ ശരിക്കും കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ വീട്ടിലൊക്കെ പൊരിച്ചെടുക്കില്ലേ, അങ്ങനെയാണ് വറുത്തെടുക്കുക. കൊള്ളാം, നല്ല മസാലയും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചേച്ചിയുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. പാഴ്സലൊക്കെ വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ ചേച്ചി പൊതിഞ്ഞൊക്കെ വെച്ച് തരും കേട്ടോ. പിന്നെ കറക്റ്റ് വെണ്ണല എരൂര്, ഇതാണ് കറക്റ്റ് സ്ഥലം വരുന്നത്. നമ്മളൊരു സ്ഥലത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഇനി എപ്പോഴെങ്കിലും എറണാകുളത്ത് വന്നാൽ ഞാൻ ഇവിടെ വന്ന് കഴിക്കും എന്നൊക്കെ നമുക്ക് തോന്നുന്ന ചില സാധനങ്ങളില്ലേ, ഇനി ഞാൻ പോയി വീണ്ടും അവിടെ ചെല്ലും അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാലും എനിക്ക് നഷ്ടമൊന്നും ഇല്ലാന്ന് തോന്നുന്ന ചില സ്ഥലങ്ങളില്ല. അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നിങ്ങൾ ആര് വേണമെങ്കിലും ധൈര്യമായിട്ട് വന്ന് കഴിച്ചോ. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അതിന് രുചി ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ആരും പറയില്ല, അത്രയ്ക്ക് ഉറപ്പ് ഞാൻ തരാം. ഞാനൊരു 10:30 ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ. അപ്പോൾ ഇവരുടെ കുക്കിംഗ് പ്രോസസ്സ് ഓരോന്നായിട്ട് നമ്മൾ കണ്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നലെയും ഞാനിവിടെ വന്ന് കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ അത്തരം ഗ്യാരണ്ടികളാണ് നമുക്ക് ചില സാധനങ്ങൾ നമുക്ക് തരാൻ പറ്റുക. ആഹാരത്തിനകത്താണ് ഏറ്റവും കൂടുതൽ പലയിടത്തും മായം ചേർക്കപ്പെടുക. അപ്പോൾ അത്തരം മായങ്ങളില്ലാത്ത സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഭയങ്കര സംതൃപ്തിയുണ്ട്, ഒരു ആത്മവിശ്വാസമുണ്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വന്നിട്ട് ചേച്ചിയും ചേട്ടനും വേറെ 2-3 ചേച്ചിമാരും ഒക്കെ ചേർന്നിട്ടാണ്, വേറെ പുറത്തുനിന്നുള്ള ആളുകളല്ല, ഇവരെല്ലാവരും ഈ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ്. ഇവരെല്ലാവരും കൂടി ചെയ്യുന്ന പാത വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ ഒളിച്ചു വെച്ചിട്ട് അടുക്കള ഹൈഡ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. ഇവിടെ ഇരുന്നിട്ട് തന്നെ കാണാം, ഒരു ഓപ്പൺ കിച്ചൺ മാതിരിയാണ്. നിങ്ങൾക്ക് അവിടെ കയറി ചെന്ന് വിളമ്പി കഴിക്കുന്നവരുണ്ട്, കറി തീർന്നാൽ സ്വന്തമായി പകർത്തിക്കൊണ്ട് വയ്ക്കുന്ന സ്ഥിരം വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു സ്ഥലം, വീട് പോലൊരു സ്ഥലം. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ രുചി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.